നമസ്കാരം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളെ, ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പാഠാവലിയിലെ മഖിതം എന്ന യൂണിറ്റാണ്. കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ ശ്രീ മുരളീധരൻ തഴക്കര എഴുതിയ പത്തായം എന്ന ലേഖനമാണ് നാം പഠിച്ചത്. ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് വിശദീകരിക്കാൻ പോകുന്നത്. എല്ലാവരും പാഠപുസ്തകം എടുത്തോ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിരുന്നു പാഠഭാഗം നന്നായി വായിക്കണമെന്ന്. എല്ലാവരും പത്തായം എന്ന പാഠഭാഗം വായിച്ചിട്ടുണ്ടല്ലോ. എന്താണ് പത്തായം? പത്തായത്തിനെ കുറിച്ച് എന്താണ് ലേഖകൻ പറയുന്നത്? പണ്ട് കർഷക കുടുംബങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു പത്തായം. നെല്ലും വിത്തും മാത്രമല്ല, വിലപിടിപ്പുള്ള വസ്തുക്കളും പത്തായത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. പത്തായത്തെക്കുറിച്ചും കൃഷിയിൽ വന്ന മാറ്റത്തെക്കുറിച്ചുമാണ് പത്തായം എന്ന ഈ പാഠത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രവർത്തനം 1. കണ്ടെത്താം. നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? എന്തിനൊക്കെ വേണ്ടിയായിരുന്നു നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത്? നമ്മുടെ പൂർവികർ അവരുടെ സമ്പാദ്യങ്ങളും വിത്തുവകകളും പത്തായത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. വിലപിടിപ്പുള്ളതെന്തും അവർ കിഴികെട്ടിയും കുടുക്കയിലാക്കിയും സൂക്ഷിച്ചിരുന്നത് പത്തായത്തിലാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായം ഉണ്ടോ? പത്തായം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെ, നെൽകൃഷി നാമാവശേഷമായതോടെ ഇന്നു വീടുകളിൽ പത്തായങ്ങളുടെ ആവശ്യവും ഇല്ലാതായി. ഉപയോഗമില്ലാതെ കിടക്കുന്ന പത്തായങ്ങൾ പാറ്റകളുടെയും എലികളുടെയും സങ്കേതമായി. വീടിനകത്ത് സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഉപയോഗമില്ലാത്ത ഒന്നായി അത് മാറിയിരിക്കുന്നു. പത്തായം പൊളിച്ചാൽ കിട്ടുന്ന തടി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. അടുത്ത ചോദ്യം: ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണമെന്ത്? ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണമെന്ത്? നെല്ലും വിത്തും സൂക്ഷിക്കാനാണ് പത്തായം ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നെൽകൃഷി തീരെ ഇല്ലാതായിരിക്കുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എത്തുന്നു. ഈ അവസ്ഥയിൽ പത്തായങ്ങൾ എന്തിനെന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. എന്താണ് ലേഖകൻ പറയുന്നത്? നെല്ലും വിത്തും സൂക്ഷിക്കാനാണ് പത്തായം ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നെൽകൃഷി തീരെ ഇല്ലാതായിരിക്കുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എത്തുന്നു. ഈ അവസ്ഥയിൽ പത്തായങ്ങൾ എന്തിനെന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. പ്രവർത്തനം 2. അന്വേഷിച്ചറിയാം. ധാന്യങ്ങൾ സൂക്ഷിച്ചു പോകുന്ന പത്തായത്തെ പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് പണ്ടുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു? മുതിർന്നവരോട് അന്വേഷിച്ച് എഴുതൂ. അവയുടെ ഉപയോഗങ്ങളും കണ്ടെത്തൂ. നമ്മുടെ നാട്ടിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ധാരാളം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിലൊരു ഉപകരണമാണ് പത്തായം. പത്തായത്തെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. പത്തായം എന്തിനാണ് ഉപയോഗിക്കുന്നത്? നെല്ലും വിത്തും വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പത്തായം ഉപയോഗിച്ചിരുന്നത്. ഇതുപോലെ മറ്റു പല ഉപകരണങ്ങളും കൃഷിക്കായി ഉപയോഗിച്ചിരുന്നു. ടീച്ചർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? കലപ്പ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിലം ഉഴുതുമറിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് കലപ്പ. കൊഴു, കലപ്പയിൽ ഉറപ്പിക്കുന്ന ഉപകരണമാണ് കൊഴു. ഇതുപയോഗിച്ചാണ് ചാല് കീറുന്നതും പൂട്ടുന്നതും.
കൊഴു, കലപ്പയിൽ ഉറപ്പിക്കുന്ന ഉപകരണമാണ് കൊഴു. ഇതുപയോഗിച്ചാണ് നെൽവയലുകളിൽ ചാലു കീറുന്നതും പൂട്ടുന്നതും. അടുത്തത് നുകം. എന്താണ് നുകം? കലപ്പ വെച്ചു കെട്ടുന്നതും കാലുകളുടെ കഴുത്തിൽ വയ്ക്കുന്നതുമായ ഉപകരണമാണ് നുകം. കാളകളുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വയ്ക്കുന്ന ഉപകരണമാണ് നുകം എന്ന് പറയുന്നത്. കലപ്പ വെച്ചു കെട്ടുന്നതും കാലുകളുടെ കഴുത്തിൽ വയ്ക്കുന്നതുമായ ഉപകരണമാണ് നുകം. അടുത്ത ഉപകരണമാണ് തേവുകൊട്ട. എന്താണ് തേവുകൊട്ട? വെള്ളം തേവി ഒഴിക്കുന്ന കുട്ടയാണ് തേവുകൊട്ട. വിത്തുവട്ടി. വിത്ത് വിതയ്ക്കാനുള്ള വട്ടിയാണ് വിത്തുവട്ടി. കളമാന്തി. നിലത്തിലെ കള മാറ്റാനുള്ള ഉപകരണം. നിലത്തിലെ കള മാറ്റാനുള്ള ഉപകരണമാണ് കളമാന്തി. മരം. നിലം പൂട്ടിക്കഴിഞ്ഞാൽ നിരപ്പാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മരം. നിലം പൂട്ടിക്കഴിഞ്ഞാൽ നിരപ്പാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മരം. അരിവാൾ. നെല്ല് കൊയ്യുന്നതിനുള്ള ഉപകരണമാണ് അരിവാൾ. ഇതുപോലെ ധാരാളം കാർഷിക ഉപകരണങ്ങൾ പഴമക്കാർ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ഈ കാർഷിക ഉപകരണങ്ങളുടെ സ്ഥാനത്ത് ട്രാക്ടറും പിന്നെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ജലസേചനത്തിനായി മോട്ടോറുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കാർഷിക ഉപകരണങ്ങളെപ്പോലെ പണ്ടുകാലത്ത് അളവ് പാത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ അളവ് പാത്രങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? പറ, ഇടങ്ങഴി, ചങ്ങഴി, നാഴി ഇവ ധാന്യങ്ങൾ അളക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന അളവ് പാത്രങ്ങളാണ്. ഏതൊക്കെയാണ് ധാന്യങ്ങൾ അളക്കാൻ ഉപയോഗിച്ചിരുന്ന അളവ് പാത്രങ്ങൾ? പറ, ഇടങ്ങഴി, ചങ്ങഴി, നാഴി. ഇടങ്ങഴി എന്ന് പറയുന്നത് ധാന്യങ്ങൾ അളക്കാനുള്ള ചെറിയ പാത്രമാണ്. നെല്ല് അളക്കാനുള്ള വലിയ പാത്രമാണ് പറ എന്ന് പറയുന്നത്. അടുത്ത പ്രവർത്തനം കൃഷിച്ചൊല്ലുകൾ കണ്ടെത്താം. പത്തായം പെറും ചക്കികുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും പഴഞ്ചൊല്ലുകൾ എന്താണെന്നറിയാമല്ലോ. പഴഞ്ചൊല്ലുകളൊക്കെ നിങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ ശേഖരണ പുസ്തകത്തിൽ എഴുതി വയ്ക്കാറുണ്ടല്ലോ. കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകളാണ് ടീച്ചർ ഇപ്പോൾ പറയാൻ പോകുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഴഞ്ചൊല്ലുകൾ നിങ്ങളുടെ ശേഖരണ ബുക്കിൽ എഴുതി വയ്ക്കുക. ഞാറുറച്ചാൽ ചോറുറച്ചു. ഇല്ലം നിറ വല്ലം നിറ പത്തായം നിറ. വേലി തന്നെ വിളവ് തിന്നാൽ പതിരില്ലാത്ത കതിരില്ല. പണിയിൽ നിന്ന് കൃഷിപ്പണി. വിളഞ്ഞ കതിർ വളയും. വിത്തു വിറ്റ് വിരുന്നൂട്ടരുത്. ചതി കതിരാകില്ല. ഒരു ചങ്ങഴിയിൽ ഒരു ചങ്ങഴി പോവില്ല. കഴുകിയിട്ടും കന്നുചേറ്റിൽ. കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പഴഞ്ചൊല്ലുകൾ ശേഖരിക്കുക. പ്രവർത്തനം 4. കണ്ടുമുട്ടിയാൽ. പലതരം കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. നിലമുഴുതിരുന്ന കലപ്പയും വെള്ളം കോരിയിരുന്ന തേക്കുകൊട്ടയും കണ്ടുമുട്ടിയാൽ എന്തൊക്കെ സംസാരിക്കും? പ്രവർത്തനം 2 നാം ധാരാളം കാർഷിക ഉപകരണങ്ങളെക്കുറിച്ച് പരിചയപ്പെട്ടു. പത്തായത്തെക്കുറിച്ച് നമുക്കറിയാം. കലപ്പ, നിലം ഉഴുതുമറിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് കലപ്പ. കൊഴു, നുകം, തേവുകൊട്ട, വിത്തുവട്ടി, കളമാന്തി, മരം, അരിവാൾ തുടങ്ങിയ കാർഷിക ഉപകരണങ്ങളെക്കുറിച്ചെല്ലാം നാം മനസ്സിലാക്കി. രാമു എന്ന ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അവന് പ്രിയപ്പെട്ട ഒരു കലപ്പയുണ്ട്. രാമുവിൻ്റെ കാർഷിക ഉപകരണമാണ് കലപ്പയും തേക്കുകൊട്ടയും. കാഞ്ഞിരത്തിൽ തീർത്ത കലപ്പയാണ് രാമുവിന് ഉണ്ടായിരുന്നത്.
അവന് ഒരു തേക്കുകൊട്ടയുമുണ്ട്. കൃഷിസ്ഥലത്ത് വരമ്പിൽ വെച്ച് രാമുവിൻ്റെ കലപ്പയും തേക്കുകൊട്ടയും തമ്മിൽ കണ്ടുമുട്ടി. അവർ തമ്മിലുള്ള സംഭാഷണമാണ് ടീച്ചർ ഇപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവനയിൽ സംഭാഷണം തയ്യാറാക്കാം. ടീച്ചർ തയ്യാറാക്കിയ സംഭാഷണമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കലപ്പ: ചങ്ങാതി, എന്താണ് ആലോചിക്കുന്നത്? തേക്കുകൊട്ട: ഞാൻ ആ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. കലപ്പ: അതൊക്കെ പഴങ്കഥകളല്ലേ? ഒരു പാടത്തു നിന്നും മറ്റൊരിടത്തേക്ക് വിശ്രമമില്ലാതെ പണിയെടുത്തിരുന്നതല്ലേ? തേക്കുകൊട്ട: ഞാൻ എത്ര പാടത്തേക്ക് വെള്ളം എത്തിച്ചിട്ടുണ്ട്. കലപ്പ: ഇപ്പോൾ പൂട്ടി നിലമൊരുക്കാനും വെള്ളം നനയ്ക്കാനുമൊക്കെ അവർക്ക് യന്ത്രങ്ങളുണ്ടല്ലോ. തേക്കുകൊട്ട: അതു ശരിയാ, നമ്മളെ അവർ മറന്നു കഴിഞ്ഞു. ഇതൊന്നുമല്ല വിശേഷം, ഇപ്പോൾ കൃഷിയിറക്കാൻ വയലുകളില്ലത്രേ. തോടും പുഴയും വറ്റി വരണ്ടിരിക്കുന്നു. കലപ്പ: കഷ്ടം, കൃഷിയില്ലാതായാൽ ആളുകൾ എങ്ങനെ ആഹാരം കഴിക്കും? തേക്കുകൊട്ട: നാളെ ട്രാക്ടറിനും ജലസേചനത്തിനുള്ള മോട്ടോറിനുമൊക്കെ നമ്മുടെ ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. പഴയ രീതിയിൽ കൃഷി തിരിച്ചു വരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പഴയ രീതിയിൽ കൃഷി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ കലപ്പയും തേക്കുകൊട്ടയും തമ്മിലുള്ള സംഭാഷണം എഴുതി തയ്യാറാക്കുക. പ്രവർത്തനം 5. അന്വേഷിച്ചറിയാം. ആന്ധ്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ് നമുക്കാവശ്യമായ അരി വരുന്നതെന്ന് വായിച്ചറിഞ്ഞല്ലോ. ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തൊക്കെ നിത്യോപയോഗ സാധനങ്ങളാണ് വരുന്നത്? അന്വേഷിച്ചറിയൂ, എഴുതി നോക്കൂ. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ഏതൊക്കെയാണ്? അരി, ഗോതമ്പ്, പഞ്ചസാര, പച്ചക്കറികൾ, പരിപ്പ്, ഉപ്പ്, കടല, പഴങ്ങൾ, സവാള, കടുക് ഇവയെല്ലാം നാം നിത്യവും ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഈ സാധനങ്ങളെല്ലാം കൃഷി ചെയ്യുന്നുണ്ടോ? ഇല്ല. ചിലതൊക്കെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടാവും. അരി, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യും. മറ്റു ചില അവശ്യ സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നും എന്തൊക്കെ നിത്യോപയോഗ സാധനങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അരി വരുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്ര, ഹരിയാന, പഞ്ചാബ്. ആന്ധ്രയിൽ നിന്നും ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമാണ് നമ്മുടെ കേരളത്തിലേക്ക് അരി എത്തുന്നത്. പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഗോതമ്പ് നമ്മുടെ നാട്ടിലെത്തുന്നു. ഉത്തർപ്രദേശിൽ നിന്നും പഞ്ചസാരയും, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറികളും എത്തുന്നുണ്ട്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് പരിപ്പ്, ഗുജറാത്ത്, ഒറീസ, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഉപ്പും എത്തുന്നു. കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും കടല നമ്മുടെ നാട്ടിലെത്തുന്നുണ്ട്. പഴങ്ങളോ? തമിഴ്നാട്, ഉത്തർപ്രദേശ്, കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് വിവിധ പഴങ്ങൾ നമ്മുടെ നാട്ടിൽ എത്തുന്നത്. കർണാടക, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും സവാള നമ്മുടെ നാട്ടിലെത്തുന്നു. ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് നമ്മുടെ നിത്യോപയോഗ സാധനമായ കടുക് നമ്മുടെ നാട്ടിൽ എത്തുന്നത്. പ്രവർത്തനം 6. ആത്മകഥ. ഉണ്ണി, നീ ഉറങ്ങിയോ? എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട്. രാത്രി പത്തായത്തിന് മുകളിൽ പായ വിരിച്ചു കിടന്ന ഉണ്ണിയോട് പത്തായം പതുക്കെ സ്വന്തം കഥ പറഞ്ഞു തുടങ്ങി.
എന്തൊക്കെയായിരിക്കാം പത്തായം പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ചിത്രം ശ്രദ്ധിച്ചോ? പത്തായത്തിനു മുകളിൽ ഒരു കുട്ടി കിടന്നുറങ്ങുന്നു. ആ കുട്ടിയോട് പത്തായം തൻ്റെ ആത്മകഥ പറയുകയാണ്. എന്താണ് ആത്മകഥ? സ്വന്തം കഥ പറയുന്നതിനെയാണ് ആത്മകഥ എന്ന് പറയുന്നത്. പത്തായം പറഞ്ഞ ആത്മകഥ എന്തായിരിക്കും? എന്തൊക്കെയായിരിക്കാം പത്തായം പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾക്കൊന്ന് സങ്കല്പിച്ച് നോക്കാമോ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന്? എന്നാൽ ടീച്ചർ ഒന്ന് പറയട്ടെ പത്തായത്തിൻ്റെ ആത്മകഥ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിൽ പത്തായം പറഞ്ഞിട്ടുള്ള ആത്മകഥ എഴുതാം. ടീച്ചർ ഇപ്പോൾ വായിക്കാൻ പോകുന്നത് പത്തായം പറഞ്ഞിട്ടുണ്ടാവുന്ന ടീച്ചറിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ്. പത്തായത്തിൻ്റെ ആത്മകഥ ടീച്ചറിൻ്റെ സ്വന്തം വാക്യത്തിൽ എഴുതി തയ്യാറാക്കിയതാണ് ടീച്ചർ ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ഉണ്ണിക്കുട്ടാ, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ആരും എൻ്റെ അടുത്ത് വരാറില്ല. എത്രയോ കാലത്തിനു ശേഷമാണ് എൻ്റെ മുറി വൃത്തിയാക്കിയത്. നിന്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്താണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അച്ഛൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലെ മൂത്ത വരിക്കപ്ലാവിൻ തടിയിലാണ് എന്നെ ഉണ്ടാക്കിയത്. അന്ന് പത്തായം ഉണ്ടാക്കാൻ മിടുക്കന്മാരായ ആശാരിമാരുണ്ടായിരുന്നു. ധാന്യങ്ങളും വിത്തുകളും മറ്റു സമ്പാദ്യങ്ങളും സൂക്ഷിക്കാനുള്ള സുരക്ഷിത സംവിധാനമായിരുന്നു ഞാൻ. പത്തായം പണിയുക എന്നല്ല, പത്തായം കൂട്ടുക എന്നാണ് പറഞ്ഞിരുന്നത്. പ്ലാവിൻ്റെ തടി കനത്ത പാളികളാക്കി പ്രാണികളൊന്നും കയറാൻ വിടവില്ലാത്ത വിധം നിരകൾ ചേർത്തെടുത്താണ് എന്നെ നിർമ്മിച്ചത്. ഞങ്ങൾ പല തരക്കാറുണ്ട്. വലിയ പത്തായം, ചെറിയ പത്തായം, വിത്തിൻ പത്തായം, പത്തായപ്പെട്ടി എന്നിങ്ങനെ. നെൽകൃഷിയില്ലാത്തതുകൊണ്ട് ഞങ്ങളെ ഇപ്പോൾ ആർക്കും വേണ്ട. ധാരാളം സ്ഥലം വേണ്ടവരായതുകൊണ്ട് ഇപ്പോഴുള്ള വീടുകളിൽ ഞങ്ങൾക്ക് സ്ഥാനവുമില്ല. ഉണ്ണിക്കുട്ടൻ എന്നെക്കുറിച്ച് കൂട്ടുകാരോട് പറയുമല്ലോ. എലിയും എട്ടുകാലിയും നിറഞ്ഞതിനാൽ എനിക്ക് ശ്വാസം മുട്ടുന്നു. ഉണ്ണിക്കുട്ടൻ എന്നെ പൊളിച്ചു വിൽക്കാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ പത്തായത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആത്മകഥ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കും. ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ വിശദീകരിച്ച പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കുക. ഇന്നത്തെ മലയാളം ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.